മുമ്പ് സൂചിപ്പിച്ചല്ലോ, അള്ളാഹുവിന്റെ റസൂലിന് നേരത്തെ സുബഹിന്റെ സന്ദർഭത്തിൽ നല്ല ആശ്വാസമുണ്ട് എന്ന് തോന്നിപ്പിച്ചിരുന്നു. പള്ളിയിൽ സുബഹ് നമസ്കാരം നടക്കുമ്പോൾ അവിടുന്ന് അങ്ങോട്ട് നോക്കിയിട്ട് പുഞ്ചിരിക്കുക പോലും ചെയ്തിട്ടുണ്ട്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര പെട്ടെന്ന് വിട പറഞ്ഞോ എന്നുള്ളത് അംഗീകരിക്കാൻ പ്രയാസമായിരുന്നു. അദ്ദേഹം നേരെ പള്ളിയിലേക്ക് കയറി. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ വാള് മൂരിപ്പിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വന്നു. ഇന്ന റിജാലൻ മിനൽ മുനാഫിഖീന യസ്ഇമൂന അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തവഫിയ. മുനാഫിഖുകൾ പറയുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിരിക്കുന്നു എന്ന്, മരണപ്പെട്ടിരിക്കുന്നു എന്ന്. വഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മാത, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായിട്ടില്ല. ലാകിൻ ദഹബ ഇലാ റബ്ബിഹി, അദ്ദേഹം തന്റെ റബ്ബിലേക്ക് പോയിരിക്കുകയാണ്. കമാ ദഹബ മൂസ ഇബ്നു ഇമ്രാൻ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തൗറാത്ത് സ്വീകരിക്കാൻ പോയതുപോലെ പോയതാണ്. ഫഗാബ അൻ ഖൗമിഹി, തന്റെ ജനതയിൽ നിന്നും അദ്ദേഹം വിട്ടുനിന്നതുപോലെ. 40 ലൈല, 40 ദിവസം വിട്ടുനിന്നതുപോലെ. തൗറാത്ത് സ്വീകരിക്കാൻ വേണ്ടി പോയതുപോലെ, തൗറാത്ത് സ്വീകരിക്കുന്നത് പോലെ അദ്ദേഹം അല്ലാഹുവിങ്കലേക്ക് പോയതാണ്. സുമ്മ റജഅ ഇലൈഹിം ബഅദ അൻ ഖീല ഖദ് മാത, ആ സന്ദർഭത്തിൽ 40 ദിവസം മൂസ അലൈഹിസ്സലാത്തു വസ്സലാം വിട്ടുനിന്നപ്പോൾ അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു എന്ന് കിംവദന്തി പരത്തിയ ആളുകളുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പരക്കുകയാണ്. മുമ്പ് ഉഹദിലുണ്ടായതുപോലെ നബി മരണപ്പെട്ടു എന്ന് മുനാഫിഖുകളാണ് പറയുന്നത്. വല്ലാഹി ല യർജിഅന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരിക തന്നെ ചെയ്യും. വല യഖ്തഅന ഐദി റിജാലിൻ വഅർജുലഹും യസ്ഇമൂന അന്നഹു മാത. ആരെങ്കിലും ഇനി ഇവിടെ വെച്ച്, ഈ പള്ളിയിൽ വെച്ച് മുഹമ്മദ് റസൂലുള്ളാഹി മരണപ്പെട്ടു എന്ന് പറയുകയാണ് എങ്കിൽ അവരുടെ കയ്യും കാലും ഞാൻ ഛേദിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് പരിസര ബോധം മറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു. ആളുകൾ നിശബ്ദരായി പേടിച്ച് ഭയന്നിരിക്കുകയാണ്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് തിരിച്ചൊന്നും പറയാനുള്ളൊരു ധൈര്യം ആ പള്ളിയിലുണ്ടായിരുന്ന ആളുകൾക്കുണ്ടായിരുന്നില്ല. അവർ നിശബ്ദരായിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പള്ളിയുടെ പരിസരത്തേക്ക് കുതിരപ്പുറത്ത് വന്ന് ഇറങ്ങി. എന്നിട്ട് അദ്ദേഹം പള്ളിയിലൂടെ ആയിഷ റളിയല്ലാഹു അൻഹായുടെ, അല്ലാഹുവിന്റെ റസൂൽ മരണപ്പെട്ടിരിക്കുന്ന, അല്ലാഹുവിന്റെ റസൂലിന്റെ ജനാസ കിടത്തിയിരിക്കുന്ന ആ പള്ളിയിലേക്ക്, ആ വീട്ടിലേക്ക് അദ്ദേഹം നടന്നു കയറി. അല്ലാഹുവിന്റെ റസൂലിനെ അദ്ദേഹം കണ്ടു. പുതപ്പിട്ട് ശരീരം വസ്ത്രം കൊണ്ട് മൂടിയിട്ടുണ്ട്. ഫകശഫ അൻ വജ്ഹിഹി, അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്നും ആ തുണി അദ്ദേഹം മാറ്റി. സുമ്മ അക്കബ അലൈഹി ഫഖബ്ബലഹു വബകാ, അദ്ദേഹം കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ ചുംബനങ്ങൾ അർപ്പിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, എന്തൊരു സുഗന്ധമാണ് നബിയെ, ജീവിച്ചിരിക്കുമ്പോഴും സുഗന്ധം, മരിച്ചപ്പോഴും സുഗന്ധം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ, അങ്ങ് മയ്യിത്തായിരിക്കുന്നു, അങ്ങ് മരണപ്പെട്ടിരിക്കുന്നു, അവരും മരിച്ചവരാണ് എന്നുള്ള വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത് അദ്ദേഹം അവിടെ വെച്ച് ഓതുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലാ യജ്മഅ അല്ലാഹു അലൈക മൗതതൈൻ, അല്ലാഹു താങ്കൾക്ക് 2 മരണം നൽകിയിട്ടില്ല. അമ്മൽ മൗതതുല്ലതി കതബത അലൈക ഫഖദ് മിത്തഹാ, അല്ലാഹു താങ്കൾക്ക് വിധിച്ചിരിക്കുന്ന മരണം അതിതാ സംഭവിച്ചിരിക്കുന്നു, അങ്ങേക്ക് 2ാമതൊരു മരണമില്ല എന്ന് പറഞ്ഞാൽ അങ്ങയുടെ മരണം ഞങ്ങൾ അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. പള്ളിയിലെപ്പോഴും ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ശബ്ദമുയരുകയാണ്. അദ്ദേഹത്തിന് ഒരിക്കലും അല്ലാഹുവിന്റെ റസൂൽ മരണപ്പെട്ടു എന്ന് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പതിയെ പള്ളിയിലേക്ക് കടന്നു വന്നു. പള്ളിയിൽ വന്നപ്പോൾ ഉമറിനെ കാണുന്നുണ്ട്. ഇജ്ലിസ് യാ ഉമർ, ഉമറിനോട് അടങ്ങാൻ പറഞ്ഞു, ഇരിക്കാൻ പറഞ്ഞു. പക്ഷേ ഫഅബാ ഉമർ, അദ്ദേഹം അത് അംഗീകരിക്കാൻ സന്നദ്ധനല്ല, അദ്ദേഹം അത് സ്വീകരിക്കാൻ സന്നദ്ധനല്ല. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മിമ്പറിലേക്ക് കയറി. എന്നിട്ട് അന്തും സ്വലാത്തും പറഞ്ഞു, അമ്മാ ബഅദ് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ചെറിയ ഒരു പ്രഭാഷണം നടത്തി. സൗമ്യമായ എന്നാൽ ഹ്രസ്വമായ വളരെ അർത്ഥഗർഭമായ
ചെറിയൊരു പ്രഭാഷണം അദ്ദേഹം നടത്തി. അദ്ദേഹം പറഞ്ഞു, മൻ കാന മിൻകും യഅ്ബുദു മുഹമ്മദൻ, നിങ്ങളിൽ ആരെങ്കിലും ആരാധിച്ചിരുന്നത് മുഹമ്മദിനെയാണ് എങ്കിൽ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത, നിങ്ങൾ ആരാധിച്ചിരിക്കുന്ന മുഹമ്മദ് മരണപ്പെട്ടിരിക്കുന്നു. വമൻ കാന മിൻകും യഅ്ബുദുല്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിനെയാണ് ആരാധിച്ചത് എങ്കിൽ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്, അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അള്ളാഹു മരണമില്ലാത്തവനാണ്, അള്ളാഹുവല്ലാത്ത എല്ലാ സൃഷ്ടികളും മരണപ്പെടും എന്ന് അദ്ദേഹം അവിടെയുള്ള ആളുകളെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഖാലല്ലാഹ്, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസുൽ അഫ ഇമ്മാത ഔ ഖുതില അൻഖലബതും അലാ അൽഖാബിക്കും. വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് അദ്ദേഹം ഓതി, വമൻ യൻഖലിബ് അലാ അഖിബൈഹി ഫലൻ യദുറല്ലാഹ ശൈആ വസയജിസില്ലാഹു ശാകിരീൻ. വിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായം 144-ാമത്തെ ആയത്ത് അദ്ദേഹം ഓതി. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ, മുഹമ്മദ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഒരു ദൂതൻ മാത്രമാണ്, ഒരു റസൂല് മാത്രമാണ്. അത് ഖലത്ത് മിൻ ഖബ്ലിഹി റസുൽ, മുമ്പും ദൂതന്മാര് വന്നിട്ടുണ്ട്, പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അഫ ഇമ്മാത ഔ ഖുതില, അവർ കൊല്ലപ്പെടുകയോ അതല്ലെങ്കിൽ സ്വാഭാവികമായി മരണപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണ് എങ്കിൽ, നിങ്ങൾ അതിൽ നിന്നും പിന്തിരിയുകയാണ് എങ്കിൽ, അത് അംഗീകരിക്കാൻ പ്രയാസപ്പെടുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മതത്തിൽ നിന്ന് നിങ്ങൾ മാറാൻ നോക്കുകയാണ് എങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിശുദ്ധ ഖുർആനിന്റെ സൂക്തം ആയത്ത് അദ്ദേഹം ഓതുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലക അന്നന്നാസ ലം യഅലമു അന്നല്ലാഹ അൻസല ഹാദിഹിൽ ആയത ഹത്താ തലാഹാ അബൂബക്കർ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ ആയത്ത് ഓതിയപ്പോൾ അതപ്പോൾ ഇറങ്ങിയതാണോ എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയി, മുമ്പൊന്നും കേട്ടിട്ടില്ലാത്ത പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു എന്നാണ്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ശാന്തനായി, അദ്ദേഹം പറയുകയാണ്, വല്ലാഹി മാ ഹുവ ഇല്ലാ അൻ സമിഅതു അബൂബക്കറിൻ തലാഹ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ ആയത്തോതിയപ്പോൾ അതേ അനുഭവമാണ് എനിക്കുമുണ്ടായത്. ഫഅഖർതു ഹത്താ മാ തഖിൽനി റിജ്ലൈ വഹത്താ അഹ്വൈതു ഇലൽ അർളി ഹീന സമിഅതു തലാഹ. ആ ആയത്തോതി അല്ലാഹുവിന്റെ റസൂല് മരണപ്പെട്ടു എന്ന് ബോധ്യം വന്ന സന്ദർഭത്തിൽ എന്റെ കാലുകളൊക്കെ തളർന്നു പോയി, എനിക്കിങ്ങനെ ഭാരം തോന്നി, ഞാൻ ഭൂമിയിലേക്ക് തളർന്നങ്ങ് ഇരുന്നു പോയി. അലിംതു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് മാത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു എന്ന് ബോധ്യം വന്നപ്പോൾ, അത് അംഗീകരിക്കേണ്ടി വന്നപ്പോൾ ഞാനാകെ തളർന്നു പോയി, തകർന്നു പോയി, എന്റെ കാലുകളുടെ ബലം നഷ്ടപ്പെട്ടു, ഞാൻ അവിടെ തളർന്ന് ഇരുന്നു പോയി എന്ന് അദ്ദേഹം പിന്നീട് അനുസ്മരിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ശാന്തനായി, അദ്ദേഹം പരിസരബോധം വീണ്ടെടുത്തു. അദ്ദേഹത്തിന് മരണം അംഗീകരിക്കേണ്ടി വന്നു. ആളുകൾ ഇങ്ങനെ ഒഴുകി ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ നേതാവിനെ, ഞങ്ങൾ മനസ്സിൽ ജീവനേക്കാൾ സ്നേഹിച്ച നേതാവിനെ ഒരു നോക്ക് അവസാനമായി കാണാൻ വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ വീട്ടിൽ തന്നെ കിടക്കുകയാണ്. അങ്ങനെ ആളുകൾക്കിടയിൽ, സ്വഹാബികൾക്കിടയിൽ സംസാരങ്ങൾ ഉണ്ടായി. അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി ജനാസ നമസ്കരിക്കണമല്ലോ, ഖബറടക്കണമല്ലോ. ഏതാണ്ട് ഒരു ദിവസത്തോളം കഴിഞ്ഞു. ചൊവ്വാഴ്ച രാവിലെയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചുകൊണ്ട് സ്വഹാബികൾ ചോദിച്ചു, യാ സാഹിബ റസൂലില്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹോദര, അള്ളാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരാ, അയ്യുസല്ലി അലാ റസൂലില്ലാഹി, അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി നമ്മൾക്ക് നമസ്കരിക്കണ്ടേ, ജനാസ നമസ്കരിക്കണ്ടേ? അദ്ദേഹം പറഞ്ഞു, ഞാൻ നമസ്കരിക്കണം. എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്? അദ്ദേഹം പറഞ്ഞു, ഓരോ സംഘങ്ങളായിട്ട് പ്രവേശിക്കണം. ചെറിയ വീടാണ്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ റസൂലിന്റെ വീടിനെ കുറിച്ച് പറഞ്ഞത് ഹുജ്റത്ത് എന്നാണ്, ഒരു മുറി എന്നാണ്, ഒരു റൂം എന്നാണ്. അത്രത്തോളം ചെറിയ വീടാണ് അള്ളാഹുവിന്റെ റസൂലിൻ്റെത്. അവിടത്തേക്ക് ഒരുപാട് ആളുകൾക്ക് പോകാനും നമസ്കരിക്കാനും കഴിയില്ല. അപ്പൊ കഴിയുന്ന കുറച്ചാളുകൾ അങ്ങോട്ട് പ്രവേശിക്കണം. എന്നിട്ട് അവർ നമസ്കരിക്കണം, അവർ പ്രാർത്ഥിക്കണം, അവരെന്നിട്ട് പുറത്തേക്ക് വരണം, അടുത്ത സംഘം പ്രവേശിക്കണം. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി നമസ്കരിക്കേണ്ടത് എന്ന് അദ്ദേഹം പറയുകയാണ്. ചൊവ്വാഴ്ച രാവിലെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുളിപ്പിക്കുന്നത്. ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു
ശുക്രാൻ റളിയല്ലാഹു അൻഹു എന്നിവരാണ് അള്ളാഹുവിന്റെ റസൂലിനെ കുളിപ്പിക്കാൻ വേണ്ടി വെള്ളമൊഴിച്ചു കൊടുക്കുന്നത്. അലി ഇബ്നു അബി ത്വാലിബ്, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഖുസ്ബ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നീ സ്വഹാബികൾ ചേർന്നുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ നിശ്ചലമായ ശരീരം കുളിപ്പിക്കുന്നത്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവും ഖുസ്ബ് റളിയല്ലാഹു അൻഹുവുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൈഡിലേക്ക് ചെരിച്ചു കിടത്തുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ ആ സ്വഹാബികൾ കുളിപ്പിച്ചു. അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സുഗന്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പുരട്ടിക്കൊടുത്തു. യമനിൽ നിന്നും കൊണ്ടുവന്ന 3 വെള്ള വസ്ത്രം, ആ വസ്ത്രത്തിലാണ് ലോകത്തിന്റെ നേതാവിനെ കഫൻ ചെയ്യുന്നത്. അങ്ങനെ നമസ്കാരത്തിന് വേണ്ടി ആളുകൾ ഓരോരുത്തരായി ഉള്ളിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങി. അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി ഇങ്ങനെ നമസ്കരിച്ചു. സ്വല്ല അലൈഹി അവ്വലൻ അഹ്ലു അസീറ, ആദ്യമായിട്ട് അടുത്ത ബന്ധുക്കളുടെ ഊഴമാണ്. അടുത്ത ബന്ധുക്കൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. സുമ്മൽ മുഹാജിറൂൻ, അത് കഴിഞ്ഞതിന് ശേഷം മുഹാജിറുകൾ നമസ്കരിച്ചു. സുമ്മൽ അൻസ്വാർ, അത് കഴിഞ്ഞതിന് ശേഷം അൻസ്വാറുകൾ നമസ്കരിച്ചു. സുമ്മ റിജാൽ, അതും കഴിഞ്ഞ് പിന്നെ വരുന്ന ആളുകൾക്കെല്ലാം നമസ്കരിക്കാനുള്ള സൗകര്യങ്ങളാണ്. സുമ്മ സ്വല്ലത്ത് അലൈഹിൻ നിസാ, അത് കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിന്റെ നബിക്ക് വേണ്ടി, അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി സ്ത്രീകൾ നമസ്കരിച്ചു. അതിനുശേഷം അസ്സുബിയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി കുട്ടികൾ നമസ്കരിച്ചു. അള്ളാഹുവിന്റെ റസൂലിന്റെ നമസ്കാരം അങ്ങനെ ആളുകൾ ഇങ്ങനെ വന്ന് നമസ്കരിച്ചുകൊണ്ട് കഴിഞ്ഞു പോയി. പിന്നീട് എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറമാടേണ്ടത്, എവിടെയാണ് ഖബറടക്കേണ്ടത്? സ്വഹാബികൾക്കിടയിൽ പല അഭിപ്രായങ്ങളും ഉണ്ടായി. മക്കയിൽ മറമാടണമെന്ന്, മദീനയിൽ തന്നെയാണ് ഖബറടക്കേണ്ടത് എന്ന്, ബൈത്തുൽ മഖ്ദസിലാണ് അള്ളാഹുവിന്റെ റസൂലിനെ ഖബറടക്കേണ്ടത് എന്ന്, നബിയുടെ ബന്ധുക്കളൊക്കെ ജീവിക്കുന്ന തായിഫിലാണ് എന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ജുമുഅ നമസ്കരിച്ച പള്ളിയിലാണ് എന്ന്, ഇങ്ങനെ വിവിധങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടായി. ഈ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇടപെട്ടു. അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നി സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മാ ഖബല നബിയ്യുൻ ഇല്ലാ ദഫന ഹൈസു യഖ്ബിൽ, എവിടെയാണോ പ്രവാചകന്മാർ, നബിമാർ എവിടെയാണോ മരണപ്പെടുന്നത് അവിടെയാണ് ഖബറടക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതോടുകൂടി ആ തർക്കവും അഭിപ്രായങ്ങളും അവിടെ അവസാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടത് ആയിഷ റളിയല്ലാഹു അൻഹായുടെ വീട്ടിലാണ്. ആയിഷ റളിയല്ലാഹു അൻഹായുടെ മസ്ജിദ് നബവിയോട് ചേർന്നുള്ള ആ വീട്ടിൽ തന്നെ ഖബറടക്കാൻ വേണ്ടി തീരുമാനമായി. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ഖബർ വെട്ടിയത്. അലി റളിയല്ലാഹു അൻഹു, ശുക്രാൻ റളിയല്ലാഹു അൻഹു, ഫദ്ൽ റളിയല്ലാഹു അൻഹു, ഖുസൂം റളിയല്ലാഹു അൻഹു തുടങ്ങിയ ആളുകൾ, സ്വഹാബികൾ ചേർന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം ഖബറിലേക്ക് വെച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യമായി ആ ശരീരത്തിലേക്ക് മണ്ണിട്ടു. പിന്നീട് സഹാബികളെല്ലാം അള്ളാഹുവിന്റെ റസൂലിന്റെ ആ അവസാനമായി മണ്ണ് ചേർത്തു. അങ്ങനെ ചൊവ്വാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് ബുധനാഴ്ചയിലേക്ക് പ്രവേശിച്ചതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖബറടക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹാ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖബറടക്കി എന്ന്, മണ്ണിനടിയിലായി എന്ന് ഞങ്ങൾ അറിയുന്നത് കൈക്കോട്ടിന്റെ ശബ്ദം കേട്ടിട്ടാണ് എന്ന്. മണ്ണ് എടുത്തിടുന്ന ആ ശബ്ദം കേട്ടപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമുഖത്ത് നിന്നും മണ്ണിലേക്ക് പോയിട്ടുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പിന്നീട് അനുസ്മരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മണ്ണിനടിയിലായി. തിരിച്ച് സ്വഹാബികളൊക്കെ വീട്ടിലേക്ക് വന്നു. നബിയുടെ ബന്ധുക്കളും മകളും പേരക്കുട്ടികളും എല്ലാവരുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഖബറടക്കിയിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, അതാബത് അൻഫുസുകും അൻ തഹ്സു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തുറാബ്, എങ്ങനെയാണ് എന്റെ ഉപ്പയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദേഹത്തേക്ക് മണ്ണിടാൻ, മണ്ണ് കോരിയിടാൻ നിങ്ങൾക്ക് തോന്നിയത്, ധൈര്യം വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അതൊരു വേദന നിറഞ്ഞ ചോദ്യമാണ്. അതുവരെ കൂടെയുണ്ടായിരുന്ന, എല്ലാറ്റിനും ഒപ്പമുണ്ടായിരുന്ന
ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞു. ഈ ലോകത്ത് നിന്നും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരവും മണ്ണിലേക്ക് പോയി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അവസാനത്തെ രംഗങ്ങൾ. ഇത് സംഭവിച്ചത് റബീഉൽ അവ്വൽ 12 എന്നുള്ളത് അടിവരയിട്ടുകൊണ്ട് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഗാഫിരിൽ ദംബ് വഖാബിലിൽ തൗബ് ശദീദിൽ ഇഖാബ് ലിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് ഇത്തഖുല്ലാഹ് ഇബാദുല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മറഅയ്തു യൗമൻ ഖത്തു കാന അഹ്സന വല അദ്വഅ മിൻ യൗമിൻ ദഖല അലൈനാ ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും